നമുക്ക് ഒരു ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു 2-3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചെറിയ ജീരകം, പിന്നെ ഒരു നുള്ള് പെരുംജീരകം, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇത്രയൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അത് നമുക്ക് ഞാനൊരു 750 ഗ്രാം ചിക്കൻ ഉണ്ടാവും കേട്ടോ. അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ട് പുരട്ടി ഒരു 10 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമ്മളത് പൊരിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കൻ ഞാനത് എൻ്റേതായ ഒരു സ്റ്റൈലാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. ബട്ടർ ചിക്കൻ അല്ലാതെ വേറെ സ്റ്റൈലും വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രം ചിക്കൻ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അതിൽ കുറച്ചാദ്യം അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി വെക്കാം കേട്ടോ. അതിനുശേഷം മറ്റേ ബട്ടർ കുറച്ചായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബട്ടർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ചേർത്തത് കുറച്ച് വെളുത്തുള്ളി, വളരെ കുറച്ച് വെളുത്തുള്ളി, അതേപോലെ തന്നെ പച്ചമുളക്, ഇത് രണ്ടും വളരെ കുറച്ച് ചേർത്താൽ മതി. അതിനുശേഷം ഞാൻ അതിലേക്ക് ചേർത്തത് കുറച്ച് കോൺഫ്ലോർ കലക്കി ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. കോൺഫ്ലോർ ഒരുപാട് കട്ടിക്കങ്ങ് കലക്കരുത്, കുറച്ച് ലൂസായിട്ട് കഴിക്കുന്നത്, കാരണം പെട്ടെന്ന് ടൈറ്റാകുന്ന ഒരു സാധനമാണ്. അതൊന്ന് ചൂടായി വരുമ്പോൾ നന്നായി ഒരു തിള പൊന്തുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടങ്ങ് വറ്റിക്കണ്ട, കുറച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് കറിവേപ്പില, മല്ലിച്ചപ്പ്, അതിൻ്റെ മേലേറ്റ് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പില്ലേ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയാക്കാൻ. ഇത് ചപ്പാത്തിക്ക് കുബ്ബൂസിനെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഓക്കെ, ബൈ.